കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ ശിക്ഷിക്കൂ. കൊക്കോ കോളയെ ശിക്ഷിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
50,000 കോടി രൂപ, $50,000 ഓരോ വർഷവും അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ, വികസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന രൂപത്തിൽ സീതാറാം യെച്ചൂരി ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. കേരളത്തിൽ ഒരു സാറ്റലൈറ്റ് സർവേ നടന്നു. വെള്ളത്തിൻ്റെ ലഭ്യതയെപ്പറ്റി, പ്രകൃതി വിഭവം, ഒരു ചെലവുമില്ലാതെ പ്രകൃതി വിഭവം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കോർപ്പറേറ്റുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാറ്. കൺട്രോൾ ബോർഡുകൾ, കൺട്രോൾ കമ്മീഷൻ, അതേമാതിരി റീജിയണൽ ബോർഡുകളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്ന കറപ്ഷൻ ബോർഡുകളും അതോടൊപ്പം തന്നെ മലിനീകരണ ബോർഡുകളുമായിട്ട്, പൊല്യൂഷൻ ബോർഡുകളുമായിട്ട് മാറി, പൊല്യൂട്ടിംഗ് ബോർഡുകളായിട്ട് മാറി. പ്ലാച്ചിമടയിൽ അവരെ കുപ്പി കഴുകുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റാണ് കെമിക്കൽസായിട്ട് പുറത്തേക്ക് വന്നത്, ഫെർട്ടിലൈസേഴ്സായിട്ട്, രാസവളമായിട്ട് പുറത്തേക്ക് വന്നത്. പക്ഷേ ഇവിടെ അതല്ല, അതിനേക്കാൾ കൂടുതൽ വേസ്റ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ വേസ്റ്റ് മുഴുവൻ ഇവരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കുഴൽക്കിണറുകൾ ഉണ്ടാക്കിയിട്ട് ആ കുഴൽക്കിണറിലൂടെ താഴേക്ക് ഭൂഗർഭ ജലത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ അനുവദിക്കുന്ന രൂപത്തിലാണ് അവർ ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആയിരത്തി 1996 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് HD ദേവഗൗഡയുടെ നേതൃത്വത്തിലുള്ളൊരു സർക്കാരാണ്. ആ സർക്കാരിനെ പിന്താങ്ങിക്കൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നു. കമ്മ്യൂണിസ്റ്റ് CPIM, സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ദേവഗൗഡ അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ 5 വർഷം നടപ്പിലാക്കണം എന്നുള്ളതിനെ പറ്റി ചർച്ച നടന്നു. ആ ചർച്ചയുടെ അവസാനം $50,000 കോടി ഓരോ വർഷവും അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ, വികസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന രൂപത്തിൽ സീതാറാം യെച്ചൂരി ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. ആ പ്രപ്പോസൽ മന്ത്രിസഭ അംഗീകരിച്ചു. അത് കോമൺ മിനിമം പ്രോഗ്രാമായിട്ട് അംഗീകരിച്ചു. കോമൺ മിനിമം പ്രോഗ്രാം. അതിൻ്റെ അന്തസ്ഥ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള കോർപ്പറേറ്റുകൾ, പെപ്സി, കൊക്കോകോള പോലെയുള്ള കോർപ്പറേറ്റ് മൾട്ടിനാഷണൽ കമ്പനികൾ, അതേപോലെ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ്, പിന്നെ അതോടൊപ്പം തന്നെ സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നും ആയിട്ട് $50,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവൈറ്റ് ചെയ്യുക. അവർക്കുള്ള എല്ലാ വിധത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുക. അതായിരുന്നു ആ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ പ്രോജക്റ്റ്. അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ ആ പ്രോജക്റ്റ് 97 അംഗീകരിക്കുകയും നടപ്പിലാക്കുവാൻ ക്യാബിനറ്റ് തലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട്, അതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തിൽ ഒരു സാറ്റലൈറ്റ് സർവേ നടന്നു. വെള്ളത്തിൻ്റെ ലഭ്യതയെപ്പറ്റി, പ്രകൃതി വിഭവം, ഒരു ചെലവുമില്ലാതെ പ്രകൃതി വിഭവം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കോർപ്പറേറ്റുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാറ്. അവർക്ക് സൂര്യപ്രകാശം, അതേപോലെ വെള്ളം, മണ്ണ്, വായു, ഇത് ഉപയോഗിച്ച്, അത് സുലഭമായിട്ട് കിട്ടുന്നതാണ്, ആരും ചിലവില്ല, അത് സുലഭമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അവരുടെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് 97 അവരൊരു സാറ്റലൈറ്റ് സർവേ നടത്തിയപ്പോൾ കാസർഗോഡ് ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഗ്രൗണ്ട് വാട്ടർ ധാരാളമുണ്ട് എന്ന് ബോധ്യപ്പെട്ടു സർവേയിൽ കൂടി. അപ്പോൾ ആ വെള്ളം ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അങ്ങനെ പെപ്സി എന്ന് പറയുന്ന കമ്പനി കഞ്ചിക്കോട്, വ്യവസായ എസ്റ്റേറ്റ് ആയിട്ടുള്ള കഞ്ചിക്കോടും, കൊക്കോകോള എന്ന് പറയുന്ന കമ്പനി പ്ലാച്ചിമടയിലും അവരുടെ വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കാനുള്ള ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കൊക്കോകോള കമ്പനി ഇന്ത്യയിലുണ്ട്. പക്ഷേ 77
മൊറാർജി ദേശായിയുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ആദ്യം ചെയ്തത് ഇന്ത്യയിൽ നിന്നും കൊക്കോകോള കമ്പനിയെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. ഞാൻ ബോംബെയിൽ താമസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താമസിക്കുന്നത് വെർലിനാക്കയിലായിരുന്നു. വെർലിനാക്കയിൽ കൊക്കോകോളയുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ അവിടെ പോയിരിക്കുമ്പോൾ അവർ ആളുകളെ കൂടുതൽ സ്വാധീനിക്കാൻ വേണ്ടി, ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എയർ കണ്ടീഷണർ പുറത്തേക്ക് തുറന്നു വയ്ക്കും. അപ്പോൾ ആ കമ്പനിയുടെ മുമ്പിൽ എത്തുമ്പോൾ എല്ലാവർക്കും ഒരു കുളിർമയുണ്ടാവും. അങ്ങനെയാണ് അവർ ആളുകളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജോർജ് ഫെർണാണ്ടസ് 1977 ജനതാ സർക്കാരിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഈ കൊക്കോകോള കമ്പനിയെ ഇന്ത്യയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം 77 എന്ന പേരിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ഇന്ത്യയിൽ ഇറക്കുമതി ഉൽപ്പാദനം ആരംഭിച്ചു. 77 അതിൻ്റെ പേര് തന്നെയായിരുന്നു. പക്ഷേ ആ കമ്പനി അധികം കാലം നിലനിന്നില്ല. ആ പ്രോഡക്റ്റ് അധികം മാർക്കറ്റ് ചെയ്യപ്പെട്ടില്ല. അത് പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും 97 വരുമ്പോൾ 97 ഈ രൂപത്തിലുള്ള സാറ്റലൈറ്റ് സർവേ നടത്തി വെള്ളത്തിൻ്റെ ലഭ്യത കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ രണ്ട് കമ്പനികളും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ അന്ന് ഇവിടെ നയനാർ സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് കേരളത്തിൽ. ടി ശിവദാസ മേനോനാണ് വ്യവസായ വകുപ്പ് മന്ത്രി, ഇലക്ട്രിസിറ്റി ബോർഡ് വകുപ്പ് മന്ത്രി. രണ്ടും കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അദ്ദേഹം പാലക്കാടുകാരനായതുകൊണ്ട് ഈ കൊക്കോകോള കമ്പനിയും പെപ്സി കമ്പനിയെയും അദ്ദേഹം പാലക്കാട്ട് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കഞ്ചിക്കോട് പെപ്സി വരുന്നതും പ്ലാച്ചിമടയിൽ കൊക്കോകോള വരുന്നതും. അപ്പോൾ അന്ന് ഈ സ്ഥാപനങ്ങൾക്കെതിരെ ജനതാ സർക്കാർ വരെ, ജനതാ പാർട്ടി വരെ ശക്തമായിട്ട് രംഗത്ത് വന്നു, ജനതാ പാർട്ടി വരെ. പക്ഷേ അതിൻ്റെയൊക്കെ മുന ഒടിച്ചുകൊണ്ട് അന്നത്തെ ഒരു പ്രത്യേക ജനതാ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ നേതാവ് ഈ കമ്പനിയുടെ ഒരു കോൺട്രാക്ടറായിട്ട് മാറി. കൊക്കോകോള കമ്പനിയുടെ, നമ്മൾ കൊക്കോകോളയെ പറ്റിയാണ് പറയുന്നത്, പെപ്സി കഞ്ചിക്കോട് പോട്ടെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം അതിൻ്റെ ഒരു കോൺട്രാക്ടറായിട്ട് മാറുകയും ഈ കമ്പനിക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുന്ന കരാർ അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് ആ കമ്പനിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു. അങ്ങനെ കൊക്കോകോള 97 അവിടെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 37-38 ഏക്കർ സ്ഥലമാണ് അവർ വയൽ സ്ഥലം ഈ കമ്പനിക്ക് വേണ്ടി ഏറ്റെടുത്തത്. അപ്പോൾ അത് മുഴുവൻ നെൽവയലുകളായിരുന്നു. കർഷകർ ധാരാളമുള്ള സ്ഥലമാണ്, കർഷക തൊഴിലാളികളുണ്ട്, ആദിവാസികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്ലാച്ചിമട ഏരിയ. ആ പഞ്ചായത്തും അത് തന്നെയാണ് മിക്കവാറും. അപ്പോൾ അദ്ദേഹം അതിന് ന്യായീകരണം പറഞ്ഞത് 300 തൊഴിലാളികൾക്ക് നേരിട്ട് ജോലി കിട്ടും, പിന്നെ ഇൻഡയറക്റ്റായിട്ട് 1200ഓളം തൊഴിലാളികൾക്ക് പണി കിട്ടുന്ന ഒരു വ്യവസായ സ്ഥാപനമാണ് വരാൻ പോകുന്നത്. അത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നതല്ല. വെള്ളം, ഗ്രൗണ്ട് വാട്ടർ ധാരാളമായിട്ടുണ്ട്. ആ ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിച്ച് ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. തുടങ്ങി 2002 ആയപ്പോഴേക്കും, 2002 97-98 ആയപ്പോഴേക്കും പ്രൊഡക്ഷൻ തുടങ്ങി. 4-5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ വെള്ളം, അതായത് ഓപ്പൺ വെല്ലുകളിലെ തുറന്ന ധാരാളം കിണറുകളുണ്ട്, ആദിവാസികൾ ഉപയോഗിക്കുന്ന, പട്ടികജാതിക്കാർ ഉപയോഗിക്കുന്ന ആ കിണറുകളിലെയും കോളനികളിലെയും മുഴുവൻ വെള്ളവും വറ്റി, കിണറുകൾ മുഴുവൻ വറ്റി. കൃഷിക്ക് ഒരു തുള്ളി പോലും വെള്ളം കിട്ടാതെ വന്നു. അപ്പോൾ അന്ന് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, PUCL എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ ഒരു പ്രസിഡൻ്റാണോ സെക്രട്ടറിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ അതിൻ്റെ ഒരു പ്രധാന സ്ഥാനത്ത് നിൽക്കുന്നു. വേണു വിളയോടി അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അറുമുഖൻ പത്തിച്ചിറ അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും കൂടിയായിരുന്നു. സ്റ്റേറ്റ് കമ്മിറ്റിയാണോ ജില്ലാ കമ്മിറ്റിയാണോ എന്നറിയില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് അറുമുഖൻ പത്തിച്ചിറ, ഇവർ രണ്ടുപേരും ഈ പ്ലാച്ചിമടയെപ്പറ്റി ഒരു പഠനം നടത്തിയപ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അവരുടെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് 2002 ഏപ്രിൽ മാസമാണെന്ന് തോന്നുന്നു, ഏപ്രിൽ 22-ാം തീയതി ആയിരിക്കണം, CK ജാനുവിനെ കൊണ്ട് ഔപചാരികമായിട്ട് ഒരു സമരം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയ സമരത്തിന് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, ചുരുക്കപ്പേര് PUCL എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രതിനിധി എന്നുള്ളതിലേക്ക്, അതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് ഞാൻ തുടർച്ചയായിട്ട് വന്ന് പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ പങ്കെടുത്ത് ഇത് കേസ് വന്നു സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ സുപ്രീം കോടതി ഒരു പ്രാദേശിക പരിസ്ഥിതി കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചു. ഈ കമ്പനിയെപ്പറ്റി
ശാസ്ത്രീയമായി പഠിച്ച് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാദേശിക ലോക്കൽ എൻവിറോൺമെൻറ്റ് കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് 2004 ശേഷമാണ്, കൃത്യമായിട്ട് ഇപ്പോൾ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവായിരുന്നു. അതനുസരിച്ച് കമ്മിറ്റി ഫോം ചെയ്യുന്നു. ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിരുന്നത് അന്നത്തെ ഇവിടെ പാലക്കാടുള്ള എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറാണ്, സീനിയർ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയർ, ഒരു സ്ത്രീയായിരുന്നു. അവരതിൻ്റെ ചെയർപേഴ്സൺ. പിന്നെ കമ്പനിയുടെ രണ്ട് പ്രതിനിധികൾ എൻവയോൺമെൻറ്റൽ ഈ പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ വേറൊരു മെമ്പർ, ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 4 പേര്. പിന്നെ ഞാൻ ഒരു മെമ്പർ, വിളയൂരി വേണുഗോപാൽ, ഞാൻ നോമിനേറ്റ് ചെയ്തതാണ്. ഞാൻ അന്ന് പ്രസിഡൻ്റായിരുന്നു. ഞാൻ നോമിനേറ്റ് ചെയ്ത വിളയൂരി വേണുഗോപാൽ ഉൾപ്പെടെ 6 or 7 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഇതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആദ്യം സിറ്റിംഗ് ഞങ്ങൾ നടത്തിയത് ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഓഫീസിൽ വെച്ചിട്ടുണ്ട് പാലക്കാട്. പക്ഷേ എനിക്ക് തോന്നി അത് പിന്നെ ശരിയല്ല, അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രൂപത്തിൽ ഞാൻ തന്നെ ഈ പ്ലാച്ചിമേട്ടിൽ പല പ്രാവശ്യം പോയി അവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടു. അപ്പോൾ അവരുടെ പ്രധാനമായ പ്രശ്നം അവർക്ക് കുടിവെള്ളമില്ല. അപ്പോൾ ഞാൻ ഈ എൻവിറോൺമെൻറ്റൽ കമ്മിറ്റിയുടെ പ്രാദേശിക എൻവിറോൺമെൻറ്റൽ കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ ആദ്യം കൊടുത്തൊരു നിർദ്ദേശം, ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് ശക്തമായ നിർദ്ദേശം കൊടുത്തത്, കമ്പനി ഇവരുടെ വെള്ളം നഷ്ടപ്പെടുത്തിയതുകൊണ്ട് അതിന് പരിഹാരമായി അടിയന്തരമായിട്ട് വെള്ളം എത്തിച്ചു കൊടുക്കുന്നു. ആ പ്രപ്പോസൽ ഞാൻ മുന്നോട്ട് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കമ്പനിക്കാർ പറഞ്ഞു, അതൊക്കെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്, അത് പ്രായോഗികമല്ല, സാധിക്കുകയില്ല, കമ്പനി അങ്ങനെ ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞു. 81 കമ്പനികളുണ്ട് അവർക്ക് ഇന്ത്യയിൽ മാത്രം ആ സമയത്ത്. അപ്പോൾ മറ്റ് 80 കമ്പനികളിലും ഞങ്ങളിത് പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ശക്തമായൊരു നിലപാട് ഞാൻ സ്വീകരിക്കുകയും വിളയൂരി വേണുഗോപാൽ അതിനെ പിന്താങ്ങുകയും ചെയ്ത് അങ്ങനെയാണ് ആദ്യമായിട്ട് പ്ലാച്ചിമടയിൽ ജലം നഷ്ടപ്പെട്ടവർക്ക് കുടിവെള്ളം എത്തിക്കുവാൻ കമ്പനി നിർബന്ധിക്കപ്പെട്ടു. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയമായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് ഞങ്ങൾ ചെയ്തത് അത് കുറച്ചും കൂടി ഗൗരവമുള്ളൊരു സംഭവമാണ്. ഫാക്ടറിക്കകത്ത് ഒരു സന്ദർശനം, ഒരു ലോക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള നിലയ്ക്ക് അത് ഞാൻ നിർബന്ധം പറഞ്ഞു. അങ്ങനെ കമ്മിറ്റി അത് അംഗീകരിച്ചു. വേണു വിളയൂരിക്ക് അന്ന് വരാൻ സാധിച്ചില്ല. ഞാനും മറ്റ് 4 പേരോ 5 പേരോ അടങ്ങുന്ന ഒരു സംഘം ഞങ്ങൾ അടിയന്തരമായിട്ട് കമ്പനിക്കകത്ത് പോയി. ഞാൻ വളരെ ഇൻക്യൂസിറ്റീവായിട്ട് കമ്പനിയുടെ ചുറ്റുപാട് മുഴുവൻ ഈ 37 ഏക്കർ സ്ഥലവും പരിശോധിച്ചു. ഞാൻ ഏകനായിട്ടാണ് പരിശോധിച്ചതെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ എനിക്ക് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതിനിടയ്ക്ക് ചില വർക്കേഴ്സുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ അത്രയും കാലം ഉൽപ്പാദിപ്പിച്ചിരുന്ന വേസ്റ്റ് മുഴുവൻ, കെമിക്കൽ വേസ്റ്റ്, അത് ലെഡുണ്ട്, ഏറ്റവും കൂടുതൽ ലെഡ്, കാഡ്മിയം, മൊളിബ്ഡീനിയം, യുറേനിയത്തിൻ്റെ അംശം ഉൾപ്പെടെയുള്ള കെമിക്കൽ വേസ്റ്റ് അവരത്രയും കാലം ചെയ്തത് ചാണകവുമായിട്ട് മിക്സ് ചെയ്ത് പിന്നെ മണ്ണൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത്, മണ്ണ് ധാരാളം കിട്ടുന്ന സ്ഥലമുള്ള പാലക്കാട്, ആ മണ്ണൊക്കെ ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇത് ഏറ്റവും നല്ല പ്രകൃതിദത്ത വളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ കൊണ്ട് വിറ്റുകൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? ഈ വേസ്റ്റ് ലോറികളിൽ കയറ്റി. അങ്ങനെ അത് കുറേ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടു, ഇത് മുഴുവൻ കെമിക്കൽ വേസ്റ്റാണ്, അത് അവരുടെ പാടങ്ങളിലും കൃഷിയിടങ്ങളിലും ഡംപ് ചെയ്യുന്നതിന് സമമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ അത് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും അതെല്ലാം മടക്കി അയക്കുകയും ചെയ്തു. അങ്ങനെ ലോറിക്കണക്കിന് ഈ കെമിക്കൽ വേസ്റ്റ് ഇതര സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, അതേമാതിരി ആന്ധ്ര, കർണാടക, ഈ സംസ്ഥാനങ്ങളിൽ പോയ മുഴുവൻ വേസ്റ്റും തിരിച്ചു വന്നപ്പോൾ കമ്പനി ചെയ്തൊരു കാര്യം, അവർ മണ്ണ് കുറേ ഇളക്കിയിട്ട് അവിടുത്തെ മണ്ണ് മാറ്റിയിട്ട് ഈ വേസ്റ്റ് മുഴുവൻ അവിടെ ഡംപ് ചെയ്തു. കമ്പനിക്കകത്ത് ഡംപ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് അതിൻ്റെ മുകളിൽ മുഴുവൻ ഗാർഡനിങ് നടക്കും. അപ്പോൾ പുറമേ നിന്ന് വരുന്നവർക്ക് ബ്യൂട്ടിഫുൾ ഗാർഡൻ, വളരെ പ്രകൃതിദത്തമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രകൃതിയെ സഹായിക്കുന്ന രൂപത്തിലുള്ള, പ്രകൃതിയെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ബോധ്യപ്പെടും. പക്ഷേ ഞാൻ അത് കൃത്യമായിട്ട് വർക്കേഴ്സിനോട് ചോദിച്ച് എനിക്കതിൻ്റെ ഉള്ളുകളികളെല്ലാം ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ അതൊരു റിപ്പോർട്ടായിട്ട്
കൃത്യമായ റിപ്പോർട്ടായിട്ട് സുപ്രീം കോടതിക്ക് അയക്കുകയാണ്. അത് ഞാൻ നേരിട്ടാണോ അയച്ചത്, അത് മറ്റ് അഡ്വക്കേറ്റ് മുഖാന്തരമാണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ അത് പെട്ടുകഴിഞ്ഞ് അത് വളരെ ഗൗരവമായിട്ട് അവർ പരിഗണിച്ചു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഉണ്ടായത് ഈ വെള്ളം സംഭരിക്കാൻ വേണ്ടി ഇവർ കമ്പനിക്കാർ ധാരാളമായിട്ട് ബോർവെല്ല് കുത്തിയിരുന്നു. 40ഓളം ബോർവെല്ലുകൾ കുത്തിയിരുന്നു. 40ആണോ അതിൻ്റെ അടുത്ത്. ആ ബോർവെല്ലുകളിൽ കൂടി മുഴുവൻ വെള്ളം അവർ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ചില ബോർവെല്ലുകൾ ഓബ്സിലീറ്റായി, അല്ലെങ്കിൽ ഡിഫങ്ക്റ്റായി, ഉപയോഗിക്കാൻ പറ്റാതെയായി. അപ്പോൾ ആ ബോർവെല്ലുകളിലേക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കെമിക്കൽ വേസ്റ്റ് മുഴുവൻ മഴക്കാലത്ത് അതിലേക്ക് കിനിഞ്ഞിറങ്ങും, പെർക്കുലേറ്റ് ചെയ്ത് ആ പോയ്സണസ് പോയ്സൺ മുഴുവൻ തന്നെ അടുത്തുള്ള കിണറുകളിലും ജലാശയങ്ങളിലും വ്യാപിച്ചു. ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വളരെ ഗൗരവമായിട്ട് സുപ്രീം കോടതി അത് പരിഗണിക്കുകയും ഈ കെമിക്കൽ വേസ്റ്റ് ഒരു കാരണവശാലും ഫാക്ടറിക്കകത്തോ പരിസരത്തോ ഡംപ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരു എക്സ്പ്രസ് ഓർഡർ കൊടുക്കുകയും ചെയ്തു, നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അത് നിർത്തലാക്കിയത്. അപ്പോൾ കമ്പനിക്ക് വേസ്റ്റ് ഡംപ് ചെയ്യാൻ പറ്റാണ്ട് വന്നു, ഡിസ്പോസ് ചെയ്യാൻ പറ്റാതെ വന്നു. അതുകൊണ്ട് തന്നെ കമ്പനി അടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു. പിന്നെ പൊളിറ്റിക്കലായിട്ട് കമ്പനിക്കെതിരായിട്ട് ഈവൻ അതുവരെ സഹായിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ കമ്പനിക്കെതിരായി. പിന്നെ മാർക്കറ്റ് അവർക്ക് വളരെ കുറഞ്ഞു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കമ്പനി പിന്നീട് അടയ്ക്കുകയുണ്ടായി. അപ്പോൾ അതിന് പ്രധാന കാരണമായിട്ട് വന്നത് ഈ പറയുന്ന രൂപത്തിലുള്ള PUCLൻ്റെ പ്രവർത്തനം, അവർ തുടങ്ങി വെച്ച പ്രവർത്തനം. പിന്നെ അത് ജനങ്ങൾ ഏറ്റെടുത്തു. ജനങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ഷൺമുഖൻ അന്ന് മാധ്യമം പത്രത്തിലായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഷൺമുഖനാണ് ഈ കാര്യം ആദ്യമായിട്ട് പത്രദ്വാര ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് മുഴുവൻ ക്ലോസ് ഡൗൺ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ബ്ലാക്ക് ഔട്ട് ചെയ്യുകയോ ചെയ്തു. പക്ഷേ പിൽക്കാലം അദ്ദേഹം തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് അത് തിരസ്കരിക്കാൻ പറ്റാതെ വന്നു. മാധ്യമങ്ങൾ പിന്നെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാൻ തുടങ്ങി, ബഹുജന സംഘടനകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. നാഷണലായിട്ടും ഇൻ്റർനാഷണലായിട്ടും വിദ്യാർത്ഥിനികൾ രംഗത്ത് വരികയും അവർ പഠനം നടത്തുകയും പരിവേഷണങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അവസാനം കൊക്കക്കോള കമ്പനി പ്ലാച്ചിമടയിൽ നിന്ന് കെട്ടുകെട്ടുകയാണ്. അത് ആദ്യം അവർ ചെയ്യുന്നത്, ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് വാട്ടർ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടാക്കി. 1971 ശ്രീമതി ഇന്ദിരാഗാന്ധി സ്റ്റോക്ക്ഹോമിൽ ആദ്യമായിട്ട് ഒരു മീറ്റിങ്ങിന് പങ്കെടുത്തത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സാധാരണ മന്ത്രിമാരോ അല്ലെങ്കിൽ സെക്രട്ടറിമാരാണ് ഇതേമാതിരിയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറുള്ളത്. പക്ഷേ 1971 സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സെമിനാർ ഓൺ എൻവിറോൺമെൻറ്റ്, അതിനകത്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുവാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 ദിവസം അവരവിടെ ക്യാമ്പ് ചെയ്തു ശ്രീമതി ഇന്ദിരാഗാന്ധി. ആ 3 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ മുഴുവൻ ഡെലിബറേഷനുകളിലും ഇന്ദിരാഗാന്ധി പങ്കെടുത്തു. അവർ തിരിച്ച് വന്ന ഉടനെ ചെയ്തത് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എയർ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. പിന്നെ വാട്ടർ ആക്ട് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. പിന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, പിന്നെ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആക്ട്. ഇങ്ങനെ 3, 4, 5 നിയമങ്ങൾ. ആദ്യം ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം വാട്ടർ ആക്ട് ആയിരിക്കണം, പിന്നെ എയർ ആക്ട്, അതെല്ലാം പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷനാണ്. പിന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, പിന്നെ ഹസാഡസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആക്ട്, ഹസാഡസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആക്ട്. ഇങ്ങനെ 5 നിയമങ്ങൾ ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും പാസ്സാക്കിയെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഈ വാട്ടർ ആക്ടിൻ്റെയും എയർ ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ വായു മലിനീകരണം, അതേപോലെ ജലമലിനീകരണം, അത് തടയുവാനും പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യാപകമായിട്ട് സ്റ്റേറ്റ് തലത്തിൽ, ദേശീയ തലത്തിൽ ഒരു പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ബോഡി, അതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കമ്മീഷൻ. അവിടെ കമ്മീഷൻ, ഇവിടെ ബോർഡുകൾ, സ്റ്റേറ്റ് തലത്തിൽ ബോർഡുകളും ജില്ലാ തലത്തിലും ബോർഡുകൾ സ്ഥാപിച്ചു, റീജിയണൽ ഓഫീസുകൾ. അപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയും ഗവൺമെൻറ് വിചാരിച്ചത് ഈ ബോർഡുകൾ
നാഷണൽ ലെവലിൽ കമ്മീഷൻ, സ്റ്റേറ്റ് ലെവലിൽ ബോർഡുകൾ, ജില്ലാ തലത്തിൽ റീജിയണൽ ബോർഡുകൾ, ഇവരെല്ലാം വായു മലിനീകരണം തടയും, ജലമലിനീകരണം തടയും, അങ്ങനെ ശുദ്ധമായ വായുവും ജലവും ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് ധരിച്ചത്. പക്ഷേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്യുന്ന ഏജൻസായിട്ട് മാറി. കൺട്രോൾ ബോർഡുകൾ, കൺട്രോൾ കമ്മീഷൻ, അതേമാതിരി റീജിയണൽ ബോർഡുകളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്ന കറപ്ഷൻ ബോർഡുകളും അതോടൊപ്പം തന്നെ മലിനീകരണ ബോർഡുകളുമായിട്ട്, പൊല്യൂഷൻ ബോർഡുകളുമായിട്ട് മാറി, പൊല്യൂട്ടിംഗ് ബോർഡുകളായിട്ട് മാറി. അവർ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങുന്ന പ്രസ്ഥാനങ്ങളായിട്ട് മാറി. അങ്ങനെയാണ് ഗ്വാളിയർ റൈൻസിലെ ഒരു മെമ്പർ സെക്രട്ടറിൻ്റെ നേശമണി, ആ നേശമണിയെ അവിടെ അദ്ദേഹം ഗ്വാളിയർ റൈൻസ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി ഉണ്ടല്ലോ, 1957 സ്ഥാപിതമായ കമ്പനി, 57 സ്ഥാപിതമായി 59 പ്രവർത്തനം ആരംഭിച്ച ഗ്വാളിയർ റൈൻസ് എന്ന് പറയുന്ന മാവൂർ ഗ്വാളിയർ റൈൻസ് കമ്പനി, അവിടെ സന്ദർശിക്കാൻ വന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഒരു മെമ്പർ സെക്രട്ടറി, അയാളുടെ പേര് നേശമണി, അയാൾ വന്നപ്പോൾ അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ ചെയ്തത് അയാളെ ഒരു ചെരുപ്പ് മാല അണിയിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. കാരണം അയാൾ കൈക്കൂലി വാങ്ങി കമ്പനിക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തു. അപ്പോൾ അതോടുകൂടി കേരളത്തിൽ മുഴുവൻ ഈ കമ്പനികൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ജനങ്ങൾ മുഴുവൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെതിരായിട്ടും രംഗത്ത് വന്നു. ഇപ്പോൾ CMRL നമുക്കറിയാമല്ലോ, കൊച്ചിയിലുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന പേരിൽ കർത്തയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കമ്പനിയാണെങ്കിലും മുഴുവൻ ജലവും മലിനീകരിക്കുകയാണ്. പെരിയാറിലെ മുഴുവൻ ജലവും മലിനീകരിച്ചു. ഒരു ചെറുവിരൽ പോലും അതിനെതിരെ അനക്കുവാൻ സർക്കാരിന് സാധിക്കുന്നില്ല, മറ്റു മെഷീനറികൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ വ്യാപകമായിട്ട് കേരളത്തിൽ പൊല്യൂഷൻ നടത്തുന്നത് ഇപ്പോൾ ആരെന്ന് ചോദിച്ചാൽ ഈ ബോർഡുകളാണ്. അപ്പോൾ അവയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങാൻ വേണ്ടിയിട്ടും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങാൻ വേണ്ടിയിട്ടും കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വ്യാപകമായിട്ട് കൊക്കോള കമ്പനിക്കെതിരെ പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള സ്വരങ്ങൾ വന്നപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്രട്ടറിയായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അയാളെ ഈ പ്ലാച്ചിമടയിൽ കൊക്കക്കോള ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് ഒരു പഠനം നടത്തുവാനായിട്ട് നിയോഗിച്ചു. K. ജയകുമാർ IAS. അദ്ദേഹം അവിടേക്ക് ഒരു പഠനമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, പരിസ്ഥിതി ലോല പ്രദേശമായ പ്ലാച്ചിമടയിൽ കൊക്കക്കോള ഉണ്ടാക്കിയ പാരിസ്ഥിതിക നശീകരണത്തിന് കോമ്പൻസേഷനായിട്ട് കർഷക തൊഴിലാളികൾക്ക്, അവിടുത്തെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിക്കാർക്ക് 216 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നു. അങ്ങനെ റിപ്പോർട്ട് സുപ്രീം കോടതിയിലും കൊടുത്തു. സുപ്രീം കോടതി അത് അംഗീകരിച്ചു. പക്ഷേ എന്ന് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യം സുപ്രീം കോടതിയും പറഞ്ഞില്ല. അങ്ങനെ 216 കോടി രൂപ നഷ്ടപരിഹാരം കൊക്കക്കോള കമ്പനി മൂലം ഉണ്ടായ നഷ്ടത്തിന് അവിടുത്തെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ അർഹരാണ്. പക്ഷേ ആര് കൊടുത്തില്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതിനെ പറ്റി സുപ്രീം കോടതിയും തീരുമാനമെടുത്തില്ല. കൊക്കക്കോള കമ്പനിയോട് 216 കോടി രൂപ കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്തു. സുപ്രീം കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നേ വരെ 1 രൂപ പോലും ആ റെക്കമെൻഡേഷൻ പ്രകാരം, K. ജയകുമാറിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം പ്ലാച്ചിമടയിലുള്ള ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പൈസ അവർ കെട്ടിവെച്ചിട്ടുമില്ല. ഇപ്പോൾ കമ്പനി നിൽക്കുന്ന 37-38 ഏക്കർ സ്ഥലവും അതിൻ്റെ പ്ലാന്റുകൾ മുഴുവൻ ഉൾപ്പെടെ വേറെ ഡൈവേഴ്സിഫൈഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി കമ്പനി പിന്നാലെ നടക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അതിന് പിന്തുണയും കൊടുക്കുന്നു. അതായത് മാങ്ങ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് അത്, മനസ്സിലല്ലേ? അപ്പോൾ ആ പ്രദേശത്തുള്ള മാങ്ങ മുഴുവൻ സംഭരിച്ചുകൊണ്ട് അത് കെമിക്കൽസ് ഉപയോഗിച്ച് പ്രിസർവ് ചെയ്തുകൊണ്ട് വലിയ ഒരു വ്യവസായം യൂണിറ്റായിട്ട് ഇതിനെ മാറ്റാൻ വേണ്ടി ശ്രമം നടക്കുന്നു. സത്യം നിങ്ങളോട് പറയാം, മന്ത്രി കൃഷ്ണൻകുട്ടി വരെ അതിന് അനുകൂലമാണ്. മുമ്പ് കരാറുകാരനായിരുന്നു, കൊക്കോള കമ്പനിയുടെ കരാറുകാരനായിട്ടാണ് കൃഷ്ണൻകുട്ടി രംഗത്ത് വരുന്നത്. പിന്നീട് മാതൃഭൂമി ചാനലില്ലെന്ന് മാതൃഭൂമി ഉൾപ്പെടെയുള്ള MP വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവർ കമ്പനിക്ക് എതിരായി കഴിഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടിയും അതിന് കൂടെ ചോദിച്ചു. അങ്ങനെ എൻ്റെ വലിയ ഫോട്ടോ ഒക്കെ അന്ന് മാതൃഭൂമിയിൽ വലിയ പരസ്യമൊക്കെ വന്നിരുന്നു. കാരണം അന്ന് കമ്പനിക്കെതിരെ സമരം ചെയ്യുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞ് 2-3 ആർട്ടിക്കിൾസൊക്കെ വരികയൊക്കെ ഉണ്ടായി. പക്ഷേ എനിക്കതിനകത്തൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാതൃഭൂമിയാണ്. പക്ഷെ എന്തായാലും
അവരത് ചെയ്തത് വളരെ പരസ്യമായി വ്യാപകമായിട്ട് തന്നെ പ്രചാരണവും കിട്ടിയിരുന്നു. അപ്പോൾ ഈ 216 കോടി രൂപ, നിങ്ങൾ ചോദിച്ച ചോദ്യം, 216 കോടി രൂപയുടെ നഷ്ടപരിഹാരം കണക്കാക്കിയെങ്കിലും സർക്കാർ ലെവലിൽ തീരുമാനമെടുത്തുവെങ്കിലും ഇന്നും ഒരു രൂപ പോലും നഷ്ടപരിഹാരം അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടാത്ത ഒരു ദുരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അവരിപ്പോൾ വീണ്ടും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തെ, ഇത് ബ്രൂവറി എന്നുള്ള വാക്ക് തന്നെ ഞങ്ങൾ ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ. ഇത് ബ്രൂവറി എന്നുള്ളത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു. ബ്രൂവറി ആകുമ്പോൾ അതിനകത്ത് കെമിക്കൽസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ധാരണയുണ്ട്. അതായത് പെട്രോളിന് പകരം ഡീസലിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു കെമിക്കൽ എന്നുള്ള രൂപത്തിലാണ് അതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് മദ്യനിർമ്മാണ കമ്പനി എന്നുള്ള പേരിൽ തന്നെയാണ് എലപ്പുള്ളിയിലുള്ള 25-26 ഏക്കർ സ്ഥലത്ത് നിർമ്മാണത്തിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ നിർമ്മാണം ഉദ്ദേശിക്കുന്ന ആ കമ്പനിക്ക് ഞങ്ങൾ നൽകുന്ന പേര്. പിന്നെ അവരെ സംബന്ധിച്ചുള്ള പറയുകയാണെങ്കിൽ അത് ഒയാസിസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഏറ്റവും അധികം ബ്ലാക്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നൊരു കമ്പനിയാണ്. ബ്ലാക്ക് ലിസ്റ്റിൽ കാരണം പഞ്ചാബിൽ അവരിതുമാതിരി കമ്പനി തുടങ്ങി 40 കുഴൽക്കിണറുകളിൽ കുഴിക്കാൻ അനുമതി കൊടുത്തു. പക്ഷേ അതിൽ കൂടുതൽ കുഴൽക്കിണറുകൾ കുഴിച്ചിട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന വേസ്റ്റ് മുഴുവൻ, ഇപ്പോൾ പ്ലാച്ചിമടയിൽ അവരെ കുപ്പി കഴുകുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റാണ് കെമിക്കൽസായിട്ട് പുറത്തേക്ക് വന്നത്, ഫെർട്ടിലൈസേഴ്സായിട്ട്, രാസവളമായിട്ട് പുറത്തേക്ക് വന്നത്. പക്ഷേ ഇവിടെ അതല്ല, അതിനേക്കാൾ കൂടുതൽ വേസ്റ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ വേസ്റ്റ് മുഴുവൻ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കുഴൽക്കിണറുകൾ ഉണ്ടാക്കിയിട്ട് ആ കുഴൽക്കിണറുകളുടെ താഴേക്ക് ഭൂഗർഭ ജലത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ അനുവദിക്കുന്ന രൂപത്തിലാണ് അവർ ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകാൻ പോകുന്നത് ഒരു പ്രവർത്തനം തുടങ്ങി 2-4 വർഷം കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ആകുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശം മുഴുവൻ, അല്ലെങ്കിൽ അവിടുത്തെ ഭൂഗർഭജലം എത്തുന്ന മുഴുവൻ ഏരിയകളും മനുഷ്യവാസയോഗ്യമല്ലാതെയാകും. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാതെയാകും. മൃഗങ്ങളും പക്ഷികളും ചത്തു വീഴുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഒരു മരുഭൂമിയായിട്ട് എലപ്പുള്ളി പഞ്ചായത്ത് മാത്രമല്ല, പാലക്കാട് ഭാഗം മാത്രമല്ല, കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അടുത്ത ഭാവിയിൽ ഒരു 5 വർഷത്തിനുള്ളിൽ വലിയൊരു മരുഭൂമിയായിട്ട് മാറും. ഇതിനാണോ സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നത് എന്നൊരു സംശയമാണ് എനിക്കുള്ളത്. ഇവിടെ സർക്കാരിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പോൾ സാക്ഷാൽ ക്രിസ്തുവിന് മുമ്പ് 300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡയോജിനിസ്. അദ്ദേഹം അന്നത്തെ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ചക്രവർത്തിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം തെരുവിൽ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡയോജിനിസ്. അപ്പോൾ കൂടുതലായിട്ട് അലക്സാണ്ടർ ചക്രവർത്തി ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ക്ഷതമേൽപ്പിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അലക്സാണ്ടർ ചക്രവർത്തി തന്നെ ഒരു ദിവസം ഈ പറയുന്ന ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. ഡയോജിനിസിനെ കാണാൻ വേണ്ടി അദ്ദേഹം താമസിക്കുന്ന കുടിലേക്ക് വന്നു. കുടിലേക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് ചക്രവർത്തിയാണല്ലോ വരുന്നത്. ഇയാൾ എഴുന്നേക്കാനൊന്നും പോയില്ല. ഇയാൾ കിടന്ന കിടപ്പിൽ അവിടെ ഇരുന്നു. ഒരു ചെറിയ ഷീറ്റ് ഇട്ട് കിടക്കുകയാണ്. ഒരു ടാർപ്പായ വിരിച്ച, അല്ലെങ്കിൽ ടാർപ്പായ പോലെയുള്ള ഒരു ഇത് വിരിച്ച ആ ഷെഡിൽ. അപ്പോൾ ചക്രവർത്തി വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു എന്ന് ചോദിച്ചു. ഞാൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയോജിനിസിന് കിട്ടുന്ന സൂര്യപ്രകാശം ചക്രവർത്തി തടയുകയാണുണ്ടായത്. അയാൾ നിന്നപ്പോൾ സ്വാഭാവികമായി തടയപ്പെട്ടു. ഡയോജിനിസ് ചോദിച്ച ചോദ്യം, ഹൗ ക്യാൻ യു സ്റ്റോപ്പ് മൈ സൺലൈറ്റ്? നിങ്ങൾക്ക് പ്രകൃതിദത്തമായി എനിക്ക് കിട്ടുന്ന ഈ സൂര്യപ്രകാശത്തെ എങ്ങനെ തടയാൻ സാധിച്ചു? കാരണം നിങ്ങൾ സൂര്യപ്രകാശം ഉണ്ടാക്കുന്നില്ല, ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല, പ്രകാശം കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള നിങ്ങൾക്ക് എൻ്റെ പ്രകാശത്തെ തടയാൻ സാധ്യമല്ല, മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. അതാണ് ലോകത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ വിശ്വാസിയായിട്ടുള്ള ഡയോജിനീസ് അന്നത്തെ ചക്രവർത്തിയായ അലക്സാണ്ടറോട് ചോദിച്ച ചോദ്യം. ഇന്നത്തെ ഭരണകർത്താക്കളോട് ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നിങ്ങൾ പ്രകൃതിദത്തമായ വെള്ളം ഞങ്ങൾക്ക് തരുന്നില്ല, അത് പ്രകൃതി തരുന്നതാണ്. വായു അത് പ്രകൃതി തരുന്നതാണ്. സൂര്യപ്രകാശം അത് പ്രകൃതി തരുന്നതാണ്. മണ്ണ് അത് പ്രകൃതിയിൽ ഉണ്ടായതാണ്. ഇതിനെ വിഷലിപ്തമാക്കുവാൻ
മണ്ണിനെ വിഷലിപ്തമാക്കുവാൻ, വെള്ളത്തെ ഉപയോഗപ്രദമല്ലാതാക്കുവാൻ, വായുവിനെ മലിനീകരിക്കുവാൻ, ഭക്ഷണത്തെ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? മാറി നിൽക്കൂ എന്ന് പറയുവാനാണ് എലപ്പുള്ളിയിലെ ജനങ്ങൾ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അവരെ അതിന് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞാൻ മഞ്ചേരിക്കാരനാണ്, മലപ്പുറം ജില്ലയിൽ. എന്നെപ്പോലെയുള്ള ജോൺ ജോസഫ് എറണാകുളത്തുകാരനാണ്. ഞങ്ങളെപ്പോലെയുള്ളവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ, ഭരണാധികാരികളോട് എനിക്ക് കിട്ടുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്രകാശത്തെ, പ്രകൃതിയിൽ നിന്ന് സുലഭമായി കിട്ടുന്ന ഈ വെള്ളത്തെ, ഈ വായുവിനെ, ഈ മണ്ണിനെ തടയാൻ നിങ്ങൾക്ക് ആര് അധികാരം തരുന്നു? കടക്കൂ പുറത്ത് എന്ന് പറയാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്.